നമ്മളെ ഡി-അലംബേർട്സ് പ്രിൻസിപ്പിളിൽ വരുന്ന മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസിൽ വരുന്ന ഫസ്റ്റ് പ്രോബ്ലം ആണിത്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Two blocks of masses m1 and m2 are connected by a flexible but inextensible string as shown in figure. Assuming the coefficient of friction between the block m1 and the horizontal surface to be mu, find the acceleration of the masses and tension in the string, assuming m1 equal to 10 kg, m2 equal to 5 kg and mu equal to 0.25. Okay, that is നമുക്ക് രണ്ട് ബ്ലോക്ക് ഉണ്ട്. M1 എന്ന് പറഞ്ഞ ബ്ലോക്ക് ഉണ്ട്, M2 എന്ന് പറഞ്ഞ ബ്ലോക്ക് ഉണ്ട്. ഈ രണ്ട് ബ്ലോക്കും ഒരു ഫ്ലെക്സിബിൾ ബട്ട് ഇൻഎക്സ്റ്റെൻസിബിൾ ഒരു സ്ട്രിങ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രിങ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ M1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 kg ആണ്. M2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 kg ആണ്. ഇൻ ബിറ്റ്വീൻ ഇവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ്റെ വാല്യൂ നമുക്ക് തന്നത് 0.25 ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ആക്സിലറേഷൻ ഓഫ് ദ മാസസ് ആൻഡ് ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. അതായത് ഈ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷനും ആക്സിലറേഷനുമാണ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഒരു മാസ് M1 ഉണ്ട്. അതിനെ ഒരു ഫ്ലെക്സിബിൾ ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട് ബീൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് ബ്ലോക്ക് M1 ഉണ്ട്, M2 ഉണ്ട്. ഇനി M1ൻ്റെ വെയിറ്റ് തന്നിരിക്കുന്നത് M1 എന്ന് പറയുന്നത് 10 kg ആണ്. M2 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നത് 5 kg ആണ്. ഓക്കെ, M1 എന്ന് പറഞ്ഞാൽ 10 kg ആൻഡ് M2 എന്ന് പറഞ്ഞാൽ 5 kg. ഓക്കെ, അപ്പം നമ്മൾ ഡി-അലംബേർട്സ് പ്രിൻസിപ്പിളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന പ്രോബ്ലംസ് ആണ് ഈ കണക്റ്റഡ് ബോഡീസിൽ വരുന്ന പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സോ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യും പോലെ എന്ത് ചെയ്യണം, ഫ്രീ ബോഡി ഡയഗ്രാം, അതായത് ഫസ്റ്റ് മാസ് M1നെ കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് ഫോഴ്സ് റിസോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് നമ്മൾ M2നെ കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വെച്ചിട്ട് ഫോഴ്സസ് ഒക്കെ റിസോൾവ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യുക. ഓക്കെ, അപ്പോൾ സോ നമുക്ക് ഫസ്റ്റ് ഒരു ഫിഗർ ഇങ്ങനത്തെ കണക്റ്റഡ് ബോഡീസിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ട രണ്ട് കാര്യം എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ടെൻഷൻ ആൻഡ് ആക്സിലറേഷൻ. ഓക്കെ, അതായത് നിങ്ങൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇതിൻ്റെ ടെൻഷനും അതുപോലെ ആക്സിലറേഷനും എങ്ങോട്ടാണ് ഡയറക്ഷൻ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ സോ നമ്മൾ ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട് അല്ലേ. സോ എന്തായിരിക്കും ഇതിൻ്റെ ടെൻഷൻ വരിക, ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ M2 എടുക്കുമ്പം ഇതിൻ്റെ ടെൻഷൻ വരിക മേലോട്ടായിരിക്കും, അപ്വേർഡ്. നമ്മൾ മുന്നേ ഒക്കെ കേസിൽ സ്ട്രിങ് കണക്ട് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാണ്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ടെൻഷൻ്റെ ഡയറക്ഷനൊക്കെ വരികയാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ടെൻഷൻ്റെ ഡയറക്ഷൻ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ആക്സിലറേഷൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, സോ മൂവ്മെൻറ്റ് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ആക്സിലറേഷൻ വരിക. ഓക്കെ, ഇത് ഒരു ബ്ലോക്കാണ്, അതുപോലെ ഇതൊരു ബ്ലോക്കാണ്. ഓക്കെ, ഇതിൻ്റെ വെയിറ്റ് 5 kg ആണ്, ഇതിൻ്റെ വെയിറ്റ് 10 kg ആണ്. ഇവിടെ ഒരു പുള്ളി വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിങ്ങനെ ഇവിടെ ഒരു വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇത് താഴോട്ടേക്ക് മൂവ് ചെയ്യും, ഓർ ഇത് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ സ്റ്റേബിളായിട്ട് നിൽക്കും. ഓക്കെ, എന്തായാലും ഈ ഒരു ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യില്ലല്ലോ, ബിക്കോസ് ഇത് 10 kg ആണ്, ഇത് 5 kg ഉള്ളൂ. സോ ഇങ്ങോട്ടേക്കുള്ള മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, 5 kgൻ്റെത് താഴോട്ടേക്കായിരിക്കും. സോ ഇത് ഇങ്ങോട്ടായിരിക്കും മോഷൻ. ഓക്കെ അല്ലേ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടുന്ന് ഒരു 5 kg ഇതിനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് ഇത് താഴോട്ട് നീങ്ങുമ്പം ഇത് മെല്ലെ ഇങ്ങോട്ടേക്ക് നീങ്ങും. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻ്റെ മോഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനാണ്. സോ ആക്സിലറേഷൻ എങ്ങോട്ടേക്ക് തന്നെയാണ്, മോഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടേക്കാണ് ആക്സിലറേഷനും വരിക. സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, മോഷൻ്റെയും ടെൻഷൻ്റെയും ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ആസ് യൂഷ്വൽ ചെയ്യും പോലെ രണ്ട് ബോഡീൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യാം. സോ ഞാനിവിടെ ഫസ്റ്റ് M1 എന്ന് പറഞ്ഞ ബ്ലോക്കാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ
കൺസിഡർ ബ്ലോക്ക് M1. M1 എന്ന് പറഞ്ഞാൽ 10 kgൻ്റെ വെയിറ്റ് കേട്ടോ. M1 എന്ന് പറഞ്ഞാൽ 10 kg. സോ ഞാൻ ഈ 10 kgനെ മാത്രം മാറ്റി ഇങ്ങോട്ടേക്ക് വരയ്ക്കുവാണ്. ഓക്കെ, M1. ഓക്കെ, 10 kgനെ മാത്രം വരയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെ ഇവിടെ എന്തുണ്ട്, സ്ട്രിങ് കണക്റ്റ് ആക്കിയതുകൊണ്ട് ഇവിടെ ടെൻഷൻ ഉണ്ട്. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾക്ക് അറിയില്ല, ബാക്കിയൊക്കെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, അതിന് മേലെ വരുന്ന റിയാക്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യണം അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഇതിൻ്റെ മുകളിൽ എന്താ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും ഒക്കെ ചെയ്ത പോലെ ഫസ്റ്റ് നമ്മൾ എന്താ നോക്കുക, ബോഡീൻ്റെ വെയിറ്റ് ഉണ്ടോ നോക്കണം. ഓക്കെ, ഇതിൽ ബോഡീൻ്റെ വെയിറ്റ് തന്നിരിക്കുന്ന എത്രയാണ്, 10 kg എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് W1 ഈക്വൽ ടു 10 kg. ഓക്കെ, സോ നമ്മൾ കെ ജിനെ ന്യൂട്ടണിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, mg ആണ്. സോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതാം, നമുക്ക് എന്താ പറയുക, പ്രോബ്ലം ചെയ്യുമ്പം മാറ്റിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം വെയിറ്റ് നമ്മൾ മാർക്ക് ചെയ്തു. എപ്പോഴും എന്തായിരിക്കും, ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും വെയിറ്റ് ആക്ട് ചെയ്യുക, അത് നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് എന്താ വരിക, നമ്മൾ എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും ഫോഴ്സസ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ എക്സ്റ്റേണലായിട്ട് വേറെ ഫോഴ്സസ് ഒന്നുമില്ല, നമ്മൾ ടെൻഷൻ ഓൾറെഡി മാർക്ക് ചെയ്തു. പിന്നെ വരുന്നത് ആരാണ്, ഇനി നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടോ നോക്കണം, ഫ്രിക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻസ്. ഓക്കെ, ഇവിടെ എവിടേക്കാണ് റിയാക്ഷൻ വരിക, ബിക്കോസ് ഈ ബോഡി ഇവിടുത്തെ ഈ ഒരു എന്താണ്, ഇവിടുത്തെ ഫ്ലോറുമായിട്ട് കണക്റ്റഡ്, കോണ്ടാക്റ്റ് ഉണ്ട്. സോ ഇവിടെ എന്ത് വരും, റിയാക്ഷൻ വരും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ പഠിച്ചതാണ്. സോ റിയാക്ഷൻ. ഓക്കെ, റിയാക്ഷൻ എങ്ങോട്ടായിരിക്കും, എപ്പോഴും ബോഡീൻ്റെ ഉള്ളിലേക്കായിരിക്കും. സോ റിയാക്ഷൻ മാർക്ക് ചെയ്തു. പിന്നെ എന്താ വരിക, നെക്സ്റ്റ് റിയാക്ഷൻസും മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഫ്രിക്ഷൻ നോക്കണം അല്ലേ. സോ ഇതിൽ നമ്മൾ പറഞ്ഞു മോഷൻ എങ്ങോട്ടാണ്, ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ഇതിൻ്റെ മോഷൻ വരുന്നത്. ഈ ഡയറക്ഷനിലേക്കാവുമ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും, മോഷൻ്റെ നേരെ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് ഇങ്ങോട്ടായിരിക്കും എന്ത് വരിക, ഫ്രിക്ഷൻ വരിക അല്ലേ. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ പഠിച്ചതാണ്. സോ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, μr. ഓക്കെ, സോ നമ്മളെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. വെയിറ്റ് മാർക്ക് ചെയ്തു, വെയിറ്റ് കഴിഞ്ഞിട്ട് റിയാക്ഷൻസ് മാർക്ക് ചെയ്തു, എക്സ്റ്റേണൽ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തു, ഫ്രിക്ഷൻ മാർക്ക് ചെയ്തു, എല്ലാം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസൊക്കെ അപ്ലൈ ചെയ്തിട്ട് വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് നമുക്ക് സിഗ്മ FY നോക്കാം. സിഗ്മ FY എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ബിക്കോസ് സിഗ്മ FY നമ്മൾ ഏത് ഡയറക്ഷനിലാണോ മൂവ്മെൻ്റ് ഉള്ളത് ആ ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുക, ന്യൂട്ടൺ സെക്കൻഡ് ലോ, ദാറ്റ് ഈസ് ദിയലംബേർട്സ് പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ ബോഡി നിങ്ങൾ ആലോചിച്ച് നോക്ക്, M1 എന്ന് പറഞ്ഞ ബോഡി ഇങ്ങോട്ടേക്കാണല്ലേ മൂവ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞു ബ്ലോക്ക് M1 എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, ബിക്കോസ് ഇവിടെ 5 kgൻ്റെ ഇവിടെ ഒരു വെയിറ്റ് വരുന്ന സമയത്ത് ഈ ബ്ലോക്ക് M1 എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ അതിന് Y ഡയറക്ഷനിൽ വേറെ മൂവ്മെൻ്റ് ഒന്നുമില്ല, ഓൺലി X ഡയറക്ഷനിൽ മാത്രമേ അതിന്, ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ അതിന് എന്തുള്ളൂ, മൂവ്മെൻ്റ് ഉള്ളൂ. ഈ ഒരു ഡയറക്ഷനിൽ എന്തില്ല, അതിന് മൂവ്മെൻ്റ് ഇല്ല. സോ ആ ഡയറക്ഷനിൽ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യും പോലെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ സിഗ്മ FY ദാറ്റ് ഈസ് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിന് മൂവ്മെൻ്റ് ഒന്നുമില്ല. സോ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യും പോലെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ദർ ഈസ് നോ മൂവ്മെൻറ്റ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. അതുകൊണ്ട് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. ഇവിടെ എങ്ങനെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം, ദാറ്റ് ഈസ് നമ്മൾ സാധാരണ ചെയ്യും പോലെ അപ്വേർഡ് പോസിറ്റീവ് എടുക്കുക, ഡൗൺവേർഡ് നെഗറ്റീവ് എടുക്കുക. സോ ഇവിടെ അപ്വേർഡ് എന്ന് പറയുന്ന ആരാണ്, R, മൈനസ് ഡൗൺവേർഡ് എന്ന് പറയുന്നത് W1 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് R ഈക്വൽ ടു W1 എഴുതാം. W1 എന്ന് പറയുന്നത് എന്താണ്, M1G ആണ്. നമുക്ക് മാസ് തന്നിട്ടുണ്ട്, ബ്ലോക്ക് 1ൻ്റെ മാസ് എന്ന് പറയുന്നത് 10 kg ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. G എന്ന് പറയുന്നത് 9.81. സോ ഇത് ചെയ്താൽ 98.1 ന്യൂട്ടന് കിട്ടും. സോ നമ്മൾ ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്തു, സിഗ്മ FY നമ്മൾ ചെയ്തു, നമുക്ക് ആറിൻ്റെ വാല്യൂ 9.81 കിട്ടി.
നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടേ? നെക്സ്റ്റ് നമ്മൾ സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കണം അല്ലേ, അതായത് ഈ ഒരു ഡയറക്ഷനിലുള്ളത് കണ്ടുപിടിക്കണം. സോ സിഗ്മ എഫ് എക്സ് നോക്കാം, എക്സ് ഡയറക്ഷൻ. സോ ഞാൻ പറഞ്ഞു, നമ്മൾ ഏത് ഡയറക്ഷനിലാണോ അതിൻ്റെ മൂവ്മെൻറ്റ്, ആ ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുക? ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു എം എ, നമ്മൾ ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ. ഇവിടെ നമ്മൾ പറഞ്ഞു ബ്ലോക്ക് ബി അല്ലെങ്കിൽ ബ്ലോക്ക് M2 എന്ന് പറയുന്നത് ഇങ്ങോട്ടായതുകൊണ്ട് ഇതിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. സോ അതിന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിരിക്കും ടെൻഡൻസി. ദാറ്റ് ഈസ് M1 ഇങ്ങനെ നീങ്ങി ഇങ്ങോട്ടേക്കാണ് പോവുക. സോ എക്സ് ഡയറക്ഷനിൽ ഇതിന് മൂവ്മെൻറ്റ് ഉണ്ട്. സോ നമ്മൾ എക്സ് ഡയറക്ഷൻ എടുക്കുന്ന സമയത്ത് എന്ത് കൺസിഡർ ചെയ്യണം? ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ കൺസിഡർ ചെയ്യണം. സോ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസിന് പകരം എന്ത് എഴുതും? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു എം എ, അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എക്സ് ഡയറക്ഷനിൽ ഇവിടെ മൂവ്മെൻറ്റ് ഉണ്ട്. സോ നമ്മൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു എം എ. ഓക്കെ, ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അല്ല അപ്ലൈ ചെയ്യുക, ഡി-എലംബേർട്സ് പ്രിൻസിപ്പിളാണ്. ഓക്കെ, സോ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു എം എ എന്ന് കൊടുക്കുക. സോ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എക്സ് ഡയറക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ. സോ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോസിറ്റീവും നെഗറ്റീവും എടുക്കുന്ന കേസ്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങോട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് ഇതിൻ്റെ മോഷൻ ഇങ്ങോട്ടാണ്. സോ നമ്മൾ മോഷൻ ഏത് ഡയറക്ഷനാണോ, ഇപ്പം ഇതിൻ്റെ കേസിൽ മോഷൻ ഇങ്ങോട്ടേക്കാണ്, മോഷൻ ഏത് ഡയറക്ഷനാണോ ആ ഡയറക്ഷനാണ് നമ്മൾ പോസിറ്റീവ് എടുക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ നെഗറ്റീവ് എടുക്കുക. ഓക്കെ, അത് നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ബോഡി മൂവ് ചെയ്യുന്നത് ആ കേസ് എത്തുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് മൂവ്മെൻറ്റ് ഏത് ഡയറക്ഷനാണോ ആ ഡയറക്ഷനിലാണ് നമ്മൾ പ്ലസ് എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവ് എടുക്കും. ഓക്കെ, സോ ഈ കേസിൽ സിഗ്മ എഫ് എക്സ് ചെയ്യുമ്പോൾ എന്താണ്? സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പം ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കാനുള്ളൂ, ടി ആൻഡ് മ്യൂ ആർ. ഓക്കെ, രണ്ട് കമ്പോണൻ്റ് അല്ലേ വരുന്നുള്ളൂ. സോ ഇങ്ങോട്ടേക്കില്ലാതെ നമ്മൾ പ്ലസ് എന്ന് പറഞ്ഞു, ഇങ്ങോട്ടേക്കില്ലാതെ നെഗറ്റീവ് എന്ന് പറഞ്ഞു. സോ ടി മൈനസ് മ്യൂ ആർ. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് മോഷൻ ഏത് ഡയറക്ഷനാണോ, ഇവിടെ നിങ്ങൾക്കറിയാം M1 എന്ന് പറഞ്ഞ ബോഡി ഇങ്ങോട്ടാണ് പോകുന്നത്. സോ ഈ ഡയറക്ഷനിൽ വരുന്നത് പോസിറ്റീവ് എടുക്കുക, ഓപ്പോസിറ്റ് വരുന്നത് നെഗറ്റീവ് എടുക്കുക. ഓക്കെ, സോ നമ്മൾ എന്താ ഇവിടെ വരിക? ഇവിടെ ഇങ്ങോട്ടാണ് മോഷൻ വരുന്നത്. സോ നമ്മളത് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്തു. സോ ടി മൈനസ് മ്യൂ ആറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, അത് നമ്മൾ നെഗറ്റീവാന്ന് പറഞ്ഞു. സോ ടി മൈനസ് മ്യൂ ആർ. ഓക്കെ, ടി മൈനസ് മ്യൂ ആർ ഈക്വൽ ടു എം എ. ഓക്കെ, ഈ എം എന്ന് പറയുന്നത് ഏതാണ്? നമ്മളെ മാസ് M1 ആണ്. സോ ഞാൻ M1A എന്ന് കൊടുക്കുകയാണ്, കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ടി മൈനസ് മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.25 ആണ്. 0.25 ഇൻറ്റു ആറിൻ്റെ വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു 98.1. ഓക്കെ, 98.1 ഈക്വൽ ടു M1ൻ്റെ വാല്യൂ നമുക്ക് 10 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 10A. ഓക്കെ, സോ നിങ്ങൾ മാസും വെയിറ്റും എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 10 kg ആണ്, സോ മാസാണ്. സോ ഡയറക്റ്റായിട്ട് നമുക്ക് 10A എന്ന് കൊടുക്കാം. സോ ടി മൈനസ് 0.25 ഇൻറ്റു 9.81 ചെയ്താൽ 24.52 ഈക്വൽ ടു 10A എന്ന് വരും. സോ ടി മൈനസ് 10A ഈക്വൽ ടു 24.52. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ 1 കിട്ടി. ഓക്കെ, സോ നമ്മൾ ബ്ലോക്ക് M1 നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കറിയാൻ വേണ്ടത്, നമുക്ക് നമ്മളെ ബ്ലോക്ക് M2 കൺസിഡർ ചെയ്യണം ഇല്ലേ? ബ്ലോക്ക് M2. സോ ഞാൻ ബ്ലോക്ക് M2നെ മാത്രം മാറ്റിയിട്ട് വരയ്ക്കാൻ പോവാണ്, ഈ ബ്ലോക്ക് M2 മാത്രം. ഓക്കെ, സോ ബ്ലോക്ക് M2ൽ എന്തൊക്കെയാണ് വരുന്നത്? ബ്ലോക്ക് M2ൽ മേലേക്ക് ഒരു ടെൻഷൻ വരുന്നുണ്ട്, താഴോട്ടേക്ക് ആര് വരുന്നുണ്ട്? ഒരു അതിൻ്റെ വെയിറ്റും വരുന്നുണ്ട്. അത്ര മാത്രമേ ഇതിൻ്റെ മേലെ വരുന്നുള്ളൂ. ഓക്കെ, സോ നമുക്കതൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. സോ നമ്മൾ ബോഡി എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു.
അതിൻ്റെ മേലെ ഇത് നമ്മളെ ബ്ലോക്ക് M2. സോ ഞാൻ M2 എന്ന് മാർക്ക് ചെയ്തു. മേലോട്ടേക്ക് ടെൻഷൻ ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ഏതൊക്കെയാണ്? ഒരു ബ്ലോക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുക എന്തായിരുന്നു? അതിൻ്റെ വെയിറ്റ് W2 മാർക്ക് ചെയ്തു. പിന്നെ ടെൻഷൻ മാർക്ക് ചെയ്തു. പിന്നെ ഇതിൻ്റെ മേലെ വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ? ബിക്കോസ് ഇതിന് എന്താ പറയുക, എക്സ്റ്റേണൽ ഒരു ടെൻഷൻ മാത്രമേ വരുന്നുള്ളൂ. വേറെ ഇവിടെ ഇനി കോണ്ടാക്റ്റ് ഒന്നുമില്ല. സോ നോർമൽ റിയാക്ഷനോ അങ്ങനത്തെ എക്സ്റ്റേണലായിട്ട് ഒന്നും വരുന്നില്ല. നോർമൽ റിയാക്ഷൻ ഇല്ല. പിന്നെ എവിടെയും കോണ്ടാക്റ്റ് ഇല്ല. സോ എന്തില്ല? ഫ്രിക്ഷനും ഇല്ല. ജസ്റ്റ് എന്താണ്, ഈ ഒരു ടെൻഷനും വെയിറ്റും മാത്രമേ ഈ ഒരു ബ്ലോക്ക് M2 കൺസിഡർ ചെയ്യുമ്പം വരുന്നുള്ളൂ. ഓക്കെ. സോ നമ്മൾ എന്തായിരുന്നു, കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. മോഷൻ്റെ ഡയറക്ഷൻ, ടെൻഷൻ്റെ ഡയറക്ഷൻ. ഓക്കെ. സോ നമ്മൾ ഈ കേസിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഈ ഒരു ബ്ലോക്ക് താഴോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ അസ്യൂം ചെയ്ത് വെച്ചു. സോ നമ്മൾ ഇതിൻ്റെ മോഷൻ താഴോട്ടാണെന്ന് കൺസിഡർ ചെയ്തു. സോ അത് ഇവിടെ തന്നെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. മോഷൻ താഴോട്ടാണ്. ഓക്കെ. ഇതിൻ്റെ മോഷൻ താഴോട്ടായതുകൊണ്ട് ആക്സിലറേഷൻ എന്ന് പറഞ്ഞത് ഇവിടെ ആയിരിക്കും. സോ താഴോട്ടേക്കുള്ള തന്നെ പോസിറ്റീവ്. നമ്മൾ എങ്ങോട്ടാണോ മോഷൻ അങ്ങോട്ടേക്ക് പോസിറ്റീവ് എടുത്തു, ഓപ്പോസിറ്റ് നെഗറ്റീവ് എടുത്തു. ഓക്കെ. ഇനി നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യും പോലെ എന്താണ്, ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ഇവിടെ സിഗ്മ Fx ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബിക്കോസ് Fx കമ്പോണൻസ് ഒന്നുമില്ല. ഇവിടെ Fx കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമ്മളെ സിഗ്മ Fy നിങ്ങൾ നോക്കൂ. ഇവിടെ സിഗ്മ Fy എടുക്കുന്ന സമയത്ത് y ഡയറക്ഷനിൽ ഇതിന് മോഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? y ഡയറക്ഷനിൽ ഇതിന് മോഷൻ ഉണ്ട്. സോ നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ ആക്സിസ്, ഈ ഒരു വെർട്ടിക്കൽ എടുക്കുന്ന സമയത്ത് അവിടെ മോഷൻ ഉണ്ട്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് ഡയറക്ഷനിലാണോ മോഷൻ വരുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. ഓക്കെ. സോ സിഗ്മ Fy = ma. സോ ഇത് ബ്ലോക്ക് M2 ആയതുകൊണ്ട് ഞാനിവിടെ M2 എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി സിഗ്മ Fy നിങ്ങൾ നോക്കൂ. നമ്മൾ മുന്നത്തെ കേസിലൊക്കെ എന്തായിരുന്നു പഠിച്ചിരിക്കുന്നത്? മോളോട്ട് ടെൻഷൻ, താഴോട്ട് നെഗറ്റീവ്, അങ്ങനെ മോളോട്ടേക്ക് പോസിറ്റീവ്, താഴോട്ട് നെഗറ്റീവ് എന്നൊക്കെയാണ് കൺസിഡർ ചെയ്തത്. സോ ഈ കേസ് വരുന്ന സമയത്ത് മോഷൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കുക, ഓപ്പോസിറ്റ് നെഗറ്റീവ് എടുക്കുക. സോ ഇവിടെ W2 മോഷൻ താഴോട്ടാണ്, താഴോട്ടേക്ക് നമ്മൾ പോസിറ്റീവ് എടുത്തു. സോ W2 പോസിറ്റീവാണ്. പിന്നെ മോഷൻ്റെ ഓപ്പോസിറ്റ് നെഗറ്റീവാണ്. മോഷൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നെഗറ്റീവ്. സോ T നെഗറ്റീവ് ആവും. ഇവിടെ എങ്ങനെയാണ് വരിക? അപ്പം W2 - T. ഓക്കെ. W2 - T = M2A. ഓക്കെ. W2 എന്ന് പറഞ്ഞാൽ M2G - T = M2A. ദാറ്റ് ഈസ് M2 എന്ന് പറഞ്ഞാൽ 5 kg ആണ്. 5G - T = M2 എന്ന് പറഞ്ഞാൽ 5G. 5 × 9.81 - T = 5A. 5 × 9.81 ചെയ്താൽ 49.05 - T = 5A എന്ന് വരും. ഓക്കെ. സോ നമ്മൾക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്താ വരിക? ദാറ്റ് ഈസ് നമ്മൾ മുന്നേ ഇക്വേഷൻ 1 ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് T - 10A = എന്ന് പറഞ്ഞിട്ടൊരു ഇതിലാണ്. സോ നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്യുക ഈ ഒരു മോഡലിലേക്ക്. സോ എന്താ വരിക? ഈ -Tനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. സോ എന്താ വരിക? ഈ -Tനെ ഇങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുപോയി എന്ന് വിചാരിച്ചു. സോ 49.05 = T + 5A എന്ന് വരും. ദാറ്റ് ഈസ് T + 5A = എന്താ വരിക? 49.05. ഇക്വേഷൻ നമ്പർ 2. സോ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടി, ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞ് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? ഇക്വേഷൻ നമ്പർ 1 T - 10A = 24.52. നമ്മൾ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് T + 5A = 49.05. ഇതെന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ സോൾവ് ചെയ്യുക. സോ നമുക്ക് ടീൻ്റെയും എന്താണ് എൻ്റെയും വാല്യൂ കിട്ടും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലി ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് ഇക്വേഷൻ്റെ അകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ടീൻ്റെയും എൻ്റെയും വാല്യൂ കിട്ടും. ഓക്കെ. ഇതെങ്ങനെയാണ് വരിക? ഇത് ഡയറക്റ്റ് അല്ലെങ്കിൽ
രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുന്നതും സബ്സ്ട്രാക്ട് ചെയ്യാനൊക്കെ അറിയില്ലേ നിങ്ങൾക്ക്. സോ നമ്മൾ ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റായിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, സോ ഞാൻ രണ്ട് രീതിയിലും കാണിച്ചു തരാം എങ്ങനെയാണ് ടീൻ്റെയും എൻ്റെയും വാല്യൂ എടുക്കുക. സോ ഫസ്റ്റ് നമുക്ക് മാനുവലി എങ്ങനെ കിട്ടും നോക്കാം. ഓക്കെ, സോ നമുക്കിവിടെ ടീൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ വാല്യൂ കിട്ടണം. സോ ഇവിടെ രണ്ട് ടി വരുന്നത് കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് വാല്യൂസ് കിട്ടുക അല്ലേ. സോ നമ്മൾ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്ത് നോക്കുക. സോ ടി മൈനസ് ടി എന്താണ് 0, മൈനസ് 10a മൈനസ് 5a എന്താ വരിക, മൈനസ് 15a ഈക്വൽ ടു 24.52 മൈനസ് 49.05 എത്രയാണ്, 24.52 മൈനസ് 49.05 ചെയ്താൽ മൈനസ് 24.53 എന്ന് കിട്ടും. മൈനസ് 24.53. സോ എൻ്റെ വാല്യൂ എന്താ വരിക, എ എന്ന് പറഞ്ഞാൽ ഇതിന് ഡിവൈഡഡ് ബൈ, ദറ്റ് ഈസ് മൈനസ് 24.53 ഡിവൈഡഡ് ബൈ മൈനസ് 15 ചെയ്താൽ എന്താ വരിക, ഡിവൈഡഡ് ബൈ മൈനസ് മൈനസ് 15 ചെയ്താൽ 1.63 എന്ന് വരും. ഓക്കെ, സോ നമ്മളെ എൻ്റെ വാല്യൂ എന്താണ്, 1.63 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടി. ഇനി ടീൻ്റെ വാല്യൂ കിട്ടണമെന്ന് എന്താ ചെയ്യുക, ഒന്നുമില്ലെങ്കിൽ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇക്വേഷൻ 1 എന്തായിരുന്നു, ടി മൈനസ് 10a ഈക്വൽ ടു 24.52. ഓക്കെ, സോ ടി മൈനസ് 10 ഇൻറ്റു എൻ്റെ വാല്യൂ 1.63 കിട്ടി. 1.63 ഈക്വൽ ടു 24.52. ടി മൈനസ് 10 ഇൻറ്റു 1.63 ചെയ്താൽ 16.35. 16.35 ഈക്വൽ ടു 24.52. ദാറ്റ് ഈസ് ടി ഈക്വൽ ടു മൈനസ് 16.35 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും, പ്ലസ് 16.35 ആവും. സോ 24.52 പ്ലസ് 16.35 ചെയ്താൽ എന്താ വരിക, 40.87 വരും. 40.87 ന്യൂട്ടൺ. ഓക്കെ, സോ നമുക്ക് രണ്ട് വാല്യൂം കിട്ടി. ദാറ്റ് ഈസ് ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ടി ഈക്വൽ ടു 40.87 കിട്ടി. ആക്സിലറേഷൻ എത്ര കിട്ടി, 1.63 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനും കിട്ടി. ഇനി കാൽക്കുലേറ്ററിൽ എങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് വാല്യൂ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ, ഇവിടെ മോഡ് CLR എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് COMP CMPLX എന്ന് പറഞ്ഞിട്ട് വരും. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ മാട്രിക്സ് വെക്ടർ വരും. അതിൻ്റെ അകത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മൾ 1 ക്ലിക്ക് ചെയ്യുക. സോ നമുക്കിവിടെ രണ്ട് അൺനോൺസ് ആണുള്ളത്, 2 അൺനോൺസ്. ദാറ്റ് ഈസ് ടെൻഷനും ആക്സിലറേഷനും രണ്ട് അൺനോൺസ് ആണ്. സോ നമ്മൾ 2 ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് A1 ചോദിക്കും. A1 എന്ന് പറഞ്ഞാൽ നമ്മൾ ടീൻ്റെ ഇവിടെ ഉള്ളത്, ടീൻ്റെ ഇവിടെ 1 ആണ്. സോ നമ്മൾ 1 കൊടുത്തു, ഈക്വൽ ടു കൊടുത്തു. നെക്സ്റ്റ് നമ്മളെടുത്ത് B1 ചോദിക്കും. B1 എന്ന് പറഞ്ഞാൽ ആരാണ്, -10. സോ നമ്മൾ -10 കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക. നെക്സ്റ്റ് നമ്മളെടുത്ത് C1 ചോദിക്കും. C1 എന്ന് പറഞ്ഞാൽ 24.52 ഈക്വൽ ടു കൊടുക്കുക. A2 ചോദിക്കും. A2 എന്ന് പറഞ്ഞാൽ T, ദാറ്റ് ഈസ് 1 ഈക്വൽ ടു. B2 ചോദിച്ചാൽ 5. C2 ചോദിച്ചാൽ 49.05 ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ x ഈക്വൽ ടു 40.8 എന്ന് വരും. ഒന്നും കൂടെ ഈക്വൽ ടു കൊടുത്താൽ 1.63 എന്ന് വരും. സോ നമ്മളെ x എന്തായിരുന്നു, x എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കൊടുത്ത x, ദാറ്റ് ഈസ് t. സോ ടീൻ്റെ വാല്യൂ എന്ത് വരും, 40.8 എന്ന് വരും. ഒന്നും കൂടി ഈക്വൽ ടു കൊടുത്താൽ y ഈക്വൽ ടു 1.63 എന്ന് വരും. ദാറ്റ് ഈസ് y എന്ന് പറഞ്ഞാൽ നമ്മളെ സെക്കൻഡ് എൻ്റെ വാല്യൂ. സോ ഇങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റായിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഓക്കെ, രണ്ട് രീതിയിലും ചെയ്യാം, മാനുവലി ചെയ്യാം, കാൽക്കുലേറ്ററിലും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.